കോഴിക്കോട് ആളില്ലാത്ത വീട്ടിലൊരു മോഷണം നടത്തി. ഫ്രിഡ്ജിലിരുന്ന ആഹാരമൊക്കെ ചൂടാക്കി കഴിച്ച് പോകാൻ നേരത്ത് ആ ക്ഷീണം മാറ്റാൻ ചായ ഇട്ടിട്ട് കള്ളന്മാർ പോയി. ഇത് കോഴിക്കോട് താമരശ്ശേരി ചർച്ച് റോഡിലെ മുണ്ടപ്ലാക്കൽ വർഗീസിൻ്റെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. വർഗീസും മറ്റും ആ വീട്ടിൽ നിന്ന് വീട് പൂട്ടിയിട്ട് അവർ 2 ദിവസത്തേന് അവിടുന്ന് പോയി. ഈ സമയം കള്ളന്മാർ അടച്ചിട്ട വീടാണ്, മുണ്ടപ്ലാക്കൽ വർഗീസിൻ്റെ വീട്ടിൽ ആളില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവാം കള്ളന്മാരവിടെ മോഷണത്തിന് വന്നു. ഒരു കള്ളനല്ല, കള്ളന്മാരെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനൊരു ഇൻഡിക്കേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. വളരെ രസകരമായ ഒരു മോഷണമായിട്ട് നമുക്കിത് തോന്നും. കാരണം വീട്ടിലെ മോഷണത്തിൽ കയറിയവർ ആ വീട്ടിലെ ഫ്രിഡ്ജിലിരുന്ന ചോറ്, മീൻകറി, പിന്നെ അവിടുത്തെ ഉപ്പിലിട്ടത് എല്ലാം ചൂടാക്കി സുഭിക്ഷമായി കഴിച്ചിരിക്കുന്നു. അതിനുശേഷം ആ വീട്ടിലെ ഡൈനിങ് ഹാളിൽ 2 പേർക്ക് മാത്രമുള്ള ഡൈനിങ് ഹാളാണ്. 2 പേർക്ക് ഇരിക്കാവുന്ന കസേര മാത്രമുള്ള ഒരു ഡൈനിങ് ടേബിളാണ്. അവിടെ ചായക്കപ്പ് ഇരിക്കുന്നു. ചായ ഇട്ട് കുടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് ഗ്യാസ് അടുപ്പിൽ ചൂടാക്കി സുഖമായിട്ട് ചായ ഉണ്ടാക്കിയിട്ടാണ് കള്ളൻ പോയത്. പക്ഷേ അതിനൊരു പ്രത്യേകത, ആ ഡൈനിങ് ഹാളിൻ്റെ പുറത്ത് 3 കപ്പ് ഇരിപ്പുണ്ട്. 1 കപ്പാണ്, ഒരു കള്ളനാണെന്നാണ് പ്രതീക്ഷിച്ച്. പക്ഷേ അത് മനഃപൂർവ്വമാണോ വച്ചിട്ട് പോയതാണോ, ഇൻഡിക്കേഷൻ 3 പേരെന്നുള്ളതാണ്. 3 പേർക്ക് ചായക്കപ്പ് ചായ കുടിച്ച ശേഷം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ 2 കസേരയേ ഉള്ളൂ വീട്ടുകാരവിടെ ഈ ഡൈനിങ്ങിൻ്റെ അവിടെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ പുതിയൊരു കസേരയും കൂടെ അവിടെ വന്നിരിക്കുന്നു. അത് ഡൈനിങ് ഹാളിന് വെളിയിൽ കിടന്ന ഒരു കസേരയും കൂടെ ഈ ഡൈനിങ് ഹാളിനടുത്ത് കൊണ്ടിട്ടിട്ട് 3 ചായ ഉണ്ടാക്കി. 3 പേരാണ് മോഷണത്തിന് വന്ന് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാവോ അതോ 3 കപ്പ് ഇയാൾ തന്നെ കഴിച്ചോ. പക്ഷേ വെളിയിലുള്ള ഒരു കസേര എന്തിനാണ് ഇവിടെ കൊണ്ടിട്ടത്? ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കസേരയ്ക്ക് പകരം 2 കസേര അവിടെ കിടപ്പുണ്ടല്ലോ. അത് പോലീസിനെ ഒന്ന് മിസ്ലീഡ് ചെയ്യാനായിട്ട് വേണ്ടി ഒരു ശ്രമം നടന്നിരിക്കുന്നു. 3 പേരുള്ള ഒരു ഗാങ്ങാണ് വന്ന് മോഷ്ടിച്ചത്. ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും മഹാനായിരിക്കാം. അതുകൊണ്ട് സാധാരണഗതിയിൽ നിന്ന് അല്പം ദൂരെ നിന്ന് വരുന്ന കള്ളന്മാരാണ് വിശന്ന് രാത്രിയിൽ ഈ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ അവർ ട്രെയിനായിരിക്കാൻ വരുന്നത്, അല്ലെ ബസ്സിലായിരിക്കാം, രാത്രിയാവും, നേരെ പോയി മോഷണം നടത്തിയിട്ട് ഏർലി മോർണിംഗിൽ മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദൂരെ നിന്ന് വന്നതാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഭക്ഷണം ചൂടാക്കി കഴിച്ചിരിക്കുന്നു. സുഖമായിട്ട് ചോറും എടുത്ത് അത് മീൻകറിയും കൂട്ടി അച്ചാറ്, കടുമാങ്ങയൊക്കെ കൂട്ടി സുഭിക്ഷമായിട്ട് കഴിച്ചിരിക്കുകയാണ്. അപ്പം വിശപ്പുണ്ട് കള്ളന്. അത് പോലീസ് കണ്ടെത്തും. 1 ആണോ 3 ആണോ, അത് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണോ, ഒരാളുടെ കഴിക്കാനുള്ള ചോറോ അവിടെ ഉണ്ടായിരുന്നുള്ളോ, അത് 3 പേര് ഷെയർ ചെയ്തിട്ടുണ്ടോ, ഒരാൾ മാത്രം കഴിച്ചപ്പോൾ ഒരു പ്ലേറ്റ് ആയിരിക്കും അവിടെ കഴുകി വച്ചിരിക്കുന്നത്. വർഗീസും മറ്റും വീട്ടിൽ നിന്ന് പോയ ശേഷം വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്ന അയലക്കത്തുള്ളവർ കണ്ടു. അവരുടനെ വർഗീസിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നു. അടുത്തുള്ള ബന്ധുക്കളെ അവർ വിളിച്ചു. അവർ വന്ന് നോക്കിയപ്പോഴാണ് കള്ളൻ വീട്ടിൽ കയറിയെന്ന് മനസ്സിലാകുന്നത്. വർഗീസും മറ്റും അവരുടെ ബന്ധു വീട്ടിൽ തന്നെയാണ് പോയെന്ന് മനസ്സിലാകുന്നു. അടുത്തുള്ള ബന്ധുക്കൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആഹാരം കഴിച്ചതും മറ്റു കാര്യങ്ങളും പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് ഏതായാലും രംഗത്ത് വന്ന് അന്വേഷണം തുടങ്ങി. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ നിന്നുള്ളവരൊക്കെ വന്നു. കള്ളന്മാരാരാണ് എന്നതിന് പോലീസിന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്നും അറിഞ്ഞുകൂടാ. എങ്കിലും ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്നും അറിയില്ല. കാരണം വീട്ടിലെ സ്വർണം ഒന്നും വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാഷ് ഉണ്ടായിരുന്നോ എന്നുള്ള വിവരങ്ങളൊന്നും ഇപ്പം വെളിവാകുന്നില്ല. എങ്കിലും ഇതിൻ്റെ കൗതുകം, വന്നയാൾ വിശപ്പ് ഉണ്ടായിരുന്ന ആളാണ്. അയാൾ ആഹാരം കഴിച്ചിരിക്കുന്നു. കൂടെ 2 പേരും കൂടെ ഉണ്ടായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഒരു കസേര കൊണ്ടിട്ടിരിക്കുന്നു. 3 കപ്പ് ചായ ഉണ്ടാക്കി കഴിച്ചിരിക്കുന്നു. മോഷണം നടത്തി അവിടെ മുഴുവൻ തപ്പിക്കഴിഞ്ഞപ്പോൾ ക്ഷീണം ഉണ്ടാവും. അപ്പോഴാണ് ചായ അടിച്ച് കുടിച്ചിരിക്കുന്നത്. ഇതുപോലൊരു സംഭവം തിരുവനന്തപുരത്ത് നേരത്തെ
എനിക്കുണ്ടായിട്ടുണ്ട്. അത് തിരുവനന്തപുരം നഗരത്തിൽ ഭയങ്കര മോഷണം നടന്നുകൊണ്ടിരുന്നു. ഒരാളില്ലാത്ത വീട്ടിലെ ഒരു മോഷണം. കള്ളൻ അവിടെ കയറി ഫ്രിഡ്ജ് തുറന്ന് മുഴുവൻ ആഹാരമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പം ഒരു ഫോറിൻ ലിക്കർ ബോട്ടിലിരിപ്പുണ്ട്. അത്രയും വിലയുള്ളൊരു ബോട്ടിലാണ്. അത് സ്വല്പം അടിച്ച് നോക്കിയപ്പോൾ കൊള്ളാം. അത് മുഴുവൻ എടുത്ത് അടിച്ച് തീർത്തു നേരം വെളുക്കുന്നതിനിപ്പുറം. പിന്നെ ഒരു ഓർമ്മയില്ല. പിന്നെ അയാളുടെ ഓർമ്മ പൂജപ്പുര സെല്ലിനകത്ത് കിടക്കുന്നതാണ്. അയാൾക്ക് തന്നെ അതിശയമായിപ്പോയി. പൂജപ്പുര സെല്ലിനകത്ത് ഇവനെ ഈ കള്ളൻ ചത്ത പോലെ കിടക്കുന്ന കണ്ടപ്പം പോലീസുകാരനടുത്ത് വന്നു. അപ്പോൾ അതൊക്കെ കാലുകൊണ്ടൊന്ന് തട്ടി. അഭ്യാസമാണ്, ഇവൻ അറിയപ്പെടുന്ന കള്ളനാണ്, ഇവൻ്റെ ഈ രീതിയിലുള്ള നമ്പറുകൾ ധാരാളം പോലീസിന് അറിയാം. അന്നേരമാണ് ഇവൻ കണ്ണ് തുറന്നത്. അതുവരെ ഉറക്കമായിരുന്നു. ഈ വീട്ടിലെ ഉടമസ്ഥർ വന്ന് വീടിന് മുൻവശം തുറന്ന് അവരകത്ത് കയറിയപ്പം കള്ളൻ സുഭിക്ഷമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ആഹാരവും കഴിച്ച് സുഭിക്ഷമായ ആഹാരവും കഴിച്ചിട്ട് നല്ല ഉറക്കം. ഈ ലിക്കർ ചെന്ന് പോറിൻ ലിക്കറാണ്, അത് ഇതുവരെ കഴിച്ചിട്ടില്ല, അത് വേറൊരുത്തരും കൊടുക്കാനും കഴിയില്ല. അത് വൈകിട്ട് മുതൽ രാവിലെ വരെ അടിച്ചു തീർത്തു. പിന്നെ കിടന്ന് ഉറങ്ങി. പോലീസ് വന്നിട്ട് ഇവനെ വിളിച്ചിട്ട് എഴുന്നേക്കാത്തതുകൊണ്ട് പോലീസ് ഇവനെ തൂക്കിയെടുത്ത് ആ ജീപ്പിലിട്ട് നേരെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലകത്താക്കി. അവിടെയും കിടന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങി. കണ്ണ് തുറന്നപ്പം പോലീസുകാരുടെ കാക്കി പാൻറ്റും ഒക്കെയാണ് ഇവൻ കാണുന്നത്. ഞെട്ടിപ്പോയി അവന്. ഇതെങ്ങനെ സംഭവിച്ചു? പിന്നീടാണ് മനസ്സിലായത്. മോഷണത്തിന് ശ്രമിച്ച വീട്ടിൽ നിന്ന് ലിക്കർ അടിച്ച് അത് പൂസായിപ്പോയി. പോലീസ് ഇവനെ ചുവന്ന അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവനെ അറിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പം പോലീസുകാരെ കണ്ണ് തുറന്ന് ഇവനെ തട്ടി വിളിച്ചപ്പം കണ്ണ് തുറന്ന് നോക്കിയപ്പം പോലീസിൻ്റെ പാൻറ്റാണ് കണ്ണിൽ ആദ്യം കാണുന്നത്. അവൻ തന്നെ ഞെട്ടിപ്പോയി. താൻ എവിടെയാണ്, ഏത് ലോകത്താണ്? താൻ മോഷണം നടത്താൻ ഒരു വീട്ടിൽ കയറിയത് ഓർമ്മയുണ്ട്, പിന്നെ ഒരു ഓർമ്മയും ഇപ്പം ഇല്ല. ഇപ്പം പൂജപ്പുര പോലീസ് സ്റ്റേഷൻ്റെ സെല്ലിനകത്താണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സഫാരി ചാനലിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ ചെറുപ്പക്കാരായ കള്ളന്മാരും എല്ലാം ഇത് കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വീടുകളിൽ മോഷണം നടത്തുന്ന ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല, ലിക്കർ ഉണ്ടെങ്കിലും കഴിച്ചേനെ. ഇവിടെ ലിക്കർ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ലിക്കർ കഴിക്കാത്ത ആളായിരിക്കാം വർഗീസ്. എന്തായാലും രസകരമായ ഒരു മോഷണമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെയുള്ള ഇതുപോലെയുള്ള സമാനമായ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവം പങ്കുവച്ചത്.